പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ പോകാനിടയ്ക്കുന്ന ദിക്കുകൾ, ഇന്ന് നിങ്ങൾ സംസാരിക്കാനിരിക്കുന്ന വ്യക്തികൾ, ഇന്ന് നിങ്ങൾ കയറി ഇറങ്ങുന്ന ഓഫീസുകൾ, ഇന്ന് കയറി ഇറങ്ങുന്ന സ്ഥാപനങ്ങൾ, നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ, കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ആശുപത്രി കിടക്കുന്നവരെ എത്രയും വേഗം തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്രയും വേഗം രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് ഇന്ന് ഓരോരുത്തരും അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, വൈവ എഴുതുന്നവരുണ്ട്,
ഡോക്ടറേറ്റ് തീസ് ഒരുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഭവനരഹിതർ, സ്ഥലമില്ലാത്തവർ, സ്ഥലം പൊക്കുവർ ചെയ്യാത്തവർ, പകടപടി ചെയ്യാത്തവർ, സ്ഥലത്തെപ്പറ്റി കേസുകളുള്ളവർ, കരഭൂമികൾ, അതുപോലെ തന്നെ പാടശേഖരങ്ങൾ കരഭൂമിയാക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒത്തുതീർപ്പിന് പോകേണ്ടവർ, ചർച്ചയ്ക്ക് പോകുന്നവർ, സമാധാനം എത്തിക്കേണ്ടവർ, അവർക്കെല്ലാം പരിശുദ്ധാത്മാവിടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിദൂര യാത്രക്കാരെയും ഹ്രസ്വ യാത്രക്കാരെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ നയിക്കുക. ആമേൻ. നമ്മളെ ഉടമ്പടി എടുക്കുന്നവരും അല്ലാത്തവരും ഒക്കെ അരമണിക്കൂർ ബൈബിളിൻ്റെ വചനം വായിക്കണമെന്ന് മൻഡേറ്ററി അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ വചനം വായിക്കണമെന്നറിയാവോ? വചനം സമ്പൂർണ്ണ ആഹാരമായതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ സമ്പൂർണ്ണ രൂപമാണ്. ഇപ്പോൾ നമ്മൾ കാറ്റഗിസത്തില്ലേ, കാറ്റഗിസം പണ്ട് പഠിച്ചപ്പോൾ നമ്മളെന്താ വേദപാഠം പഠിച്ചപ്പോൾ നമ്മളെന്താ പഠിച്ചത്? കൽപ്പനകൾ പഠിക്കുമ്പോൾ ഒന്ന് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് അല്ലേ? ദൈവത്തെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, കർത്താവിൻ്റെ നാമം കർത്താവ് പ്രയോഗിക്കരുത്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, ഇത്തരം കാര്യങ്ങളില്ലേ. അപ്പോൾ നമ്മൾ ആ കാറ്റഗിസം മാത്രം ക്യാപ്സ്യൂളാണ്. ക്യാപ്സ്യൂൾസ് മാത്രം പഠിക്കണമെങ്കിൽ അത് കുഞ്ഞുനാളത് ഓക്കെയാണ്. പക്ഷേ മുതിർന്നു വരുമ്പോൾ നമുക്ക് ആഹാരം ചേഞ്ച് ചെയ്യണം. നമ്മൾ എന്താണ്, നിങ്ങളെ കുഞ്ഞായിരുന്നപ്പോൾ പാല് കുടിച്ചു എന്ന് പറഞ്ഞില്ലേ? ഫെബ്രുവരി 5:12 എടുത്തേ. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. എന്താ സംഭവം വെച്ചാൽ ദൈവവചനത്തിൻ്റെ പല പല ഘടകമുണ്ട്. അതായത് ലഘുവായ ആഹാരമുണ്ട്, പിന്നെ ഗുരുത്വമുള്ള ആഹാരമുണ്ട്, കലോറി കൂടിയ ആഹാരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വളരുന്നതനുസരിച്ച് അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ബ്രെഡ് എന്നാണ് പറയണത്. വചനത്തിൻ്റെ സങ്കീർണമായ ആവിഷ്കാരങ്ങളും അതുപോലെ തന്നെ ആശയവിനിമയങ്ങളും ആപ്ലിക്കേഷൻ പ്രയോഗവിധികളൊക്കെയാണ് ഈ ഡെയിലി ബ്രെഡിൽ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ഗുരുത്വമുള്ള ആഹാരമാകാം. പാലെന്ന് പറയുമ്പോൾ ഇപ്പം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, കുഞ്ഞുങ്ങളോട് പറയണതാണത്. പക്ഷെ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താ, ദീർഘകാലം എങ്ങനെയും ജീവിച്ചാൽ മതിയാ? അങ്ങനെയല്ല. ചിലർക്ക് മരുഭൂമിയായിരിക്കും. അപ്പോൾ മരുഭൂമിയിലുള്ള ജീവിതകാലം തളരുമ്പോരില്ല, ആരും സഹായിക്കാനില്ല, ഭർത്താവ് മരിച്ചു, ആമക്കളില്ല, പെൺമക്കളെ വളർത്തിക്കൊണ്ട് വരണം. അപ്പോൾ അവർ മരുഭൂമി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണ്, അവിടെ നിങ്ങളെ മരുഭൂമിയിലേക്ക് വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്താനും. അപ്പോൾ ഗുരുത്വമുള്ള വചനമായി 8:3 എടുത്ത് നിയമാവർത്തനം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കൽപ്പനകളുടെ ഉദ്ദേശം എന്താണ്? നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിന് വേണ്ടി. ഇപ്പം ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ചില സമയത്തുള്ള ചിലർക്കുള്ള ജീവിതം മരുഭൂമിയിലെ ജീവിതമാണ്. അപ്പോൾ എന്താ, അവരെ എളിമപ്പെടണം. കാര്യം എന്താണ്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് അജ്ഞാതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റി. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത വഴികളും അറിയാത്ത വഴികളിലൂടെ കർത്താവ് നിങ്ങളെ നയിക്കും. മരുഭൂമിയിലാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ നീ വൈഫ് മരിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒറ്റക്കാണ് നോക്കണത്. കുഞ്ഞുങ്ങളുടെ ഓരോ ആവശ്യം വരുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളൊക്കെ അപ്പം നമ്മൾ നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നടക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ ഇരുന്ന് പാവിട്ട് കലയും. ഇതാണ് മരുഭൂമി എന്ന് പറഞ്ഞത്. തണൽ മരങ്ങളെല്ലാം ഒറ്റപ്പെട്ട അവസ്ഥ. ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ ഇപ്പോൾ 21 ലക്ഷത്തോളം ആൾക്കാരെ എല്ലാ ദിവസവും ഇതെല്ലാം കേൾക്കണത്. അപ്പോൾ ഇതിനൊക്കെ എല്ലാം എന്താണ്, അത് അവർ ആ സമയത്ത് ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്, എനിക്ക് പള്ളിയും വേണ്ട, പട്ടക്കാരനും ഇല്ല, കുന്തയും ഇല്ല, നമ്മൾ ഞങ്ങളുടെ ജീവിക്കണില്ല. അത് അഹങ്കാരം കൊണ്ടാണ്. ഈ ഒരു നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണെന്നല്ലേ കർത്താവിൻ്റെ വചനം. അപ്പോൾ വചനം അറിയത്തില്ലാത്ത കൊണ്ടാണ് അവരൊരു നിർജീവമായ നിലപാടെടുക്കുന്നത്. കാര്യത്തെ ഇങ്ങനെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ കരുത്തായ നിലപാടെടുത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മറ്റുള്ളവരോട് അത്ര കണ്ടൊരു മാർക്കിടാൻ തോന്നാത്തതിൻ്റെ കാരണം അതാണ്. പക്ഷേ ഇനി രസം എന്താ വെച്ചാൽ, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവത്തിന് 100% പ്രാധാന്യമുള്ള രീതിയിൽ ആണ് ഈ മരുഭൂമി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ്, ഞാൻ മരുഭൂമിയിലൂടെ കടന്നുപോയി, അപ്പോൾ നീ നഗ്നയായി കാണപ്പെട്ടു, നിനക്ക് ഉപ്പ് പുരട്ടാൻ ആരുമില്ലായിരുന്നു, പൊക്കിൾക്കൊടി മുറച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ നിന്നെ പറഞ്ഞ് ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. അവിടെ ജീവിക്കുക വരുന്നില്ലേ? എസ്എകേൽ 16:6-7 ഞാൻ നിന്റെ അടുക്കിലൂടെ നിന്റെ അടുത്തൂടെ കടന്നുപോയി, നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട്, ചോരയിൽ കിടന്ന് ഉരുളാൻ കണ്ട് നിന്നോട് പറഞ്ഞു. ചോര എന്ന് പറയുമ്പോൾ എന്താണ്? തിക്താനുഭവങ്ങളിലൂടെയാണ് പോണത്. നീ തിക്താനുഭവങ്ങളിലൂടെ പോകുന്നത് ഞാൻ കണ്ടു. ജീവിക്കുക. ആത്മഹത്യ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കണേ? മനസ്സിലായില്ലേ? ജീവിക്കുക. തിക്താനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. ചിലപ്പോൾ നിന്റെ അപ്പം കണ്ടില്ല, നാട്ടുകാർ കണ്ടില്ല, പാർട്ടിക്കാർ കണ്ടില്ല, പള്ളിക്കാർ കണ്ടില്ല, ഓക്കെ. പക്ഷെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് നിന്നോട് പറയാനുള്ളത് ആത്മഹത്യ ചെയ്യാനല്ല പോയി. പക്ഷെ എന്താണ്? ജീവിക്കുക. എന്ത് ചെയ്യണം? വയലിലെ ചെടി പോലെ വളരാൻ. വയലിലെ ചെടി എന്ന് പറഞ്ഞത് നഴ്സറി പ്ലാന്റാണ്. നഴ്സറി പ്ലാന്റിന് സമയാസമയങ്ങളിൽ വെള്ളവും കിട്ടും, വെളിച്ചവും കിട്ടും, വളവും കിട്ടും. ഇതൊന്നും കിട്ടണില്ല. വെള്ളമില്ല, വെളിച്ചമില്ല, വളമില്ല, ശുപാർശയില്ല, ആരും സഹായിക്കാനില്ല. ചിലപ്പോൾ നീ എന്നിട്ടും പറയും നീ വളരുക. എന്താ കാര്യം? ഇത് അവസാന തീരുമാനം എടുക്കുന്നത് ആരാണ്? കർത്താവായ ദൈവമാണ്. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോശുവ 1:9. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടാകും. അതാണ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് വല്ലാണ്ട് ഈ പ്രസൻസ്, ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്, നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യൻ, സാധാരണ മനുഷ്യൻ ആരാ പാവപ്പെട്ട വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഉറപ്പിച്ചല്ലാതെ പണമുള്ളവരും പണമില്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യന്മാർ, സാധാരണ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിച്ചിട്ടുണ്ടല്ല, ലഹരി പിടിച്ച് വീഴില്ലാടക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. മകൾക്ക് എന്താണ് കുടൻ്റെ അകത്ത് കയറിയിരിക്കണം, അത് മുറിച്ച് കളഞ്ഞ ഡോക്ടർ പറയണം. പിന്നെ കൊച്ചു തീർന്നു, അതിൻ്റെ ജീവിതം തീർന്നു. എൻ്റെ അമ്മേ, ഞാൻ ഉടമ്പടിയെടുത്തതാണേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഇരുട്ടിൽ ആ സ്കാനിൻ്റെ മറയത്ത് ഒരാളിങ്ങനെ തലയെ തുണിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവർ കണ്ണ് നിറഞ്ഞു പോയവിടെ. എന്താണ്? അമ്മ പ്രസൻസ്. ഞാൻ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അതാണ് സഞ്ചാരി മാതാവ് എന്ന ആൾക്കാരെ വിളിക്കുന്നത്. ഉടമ്പടി സത്യസന്ധമായിട്ടാണ് ജീവിക്കണമെങ്കിലുണ്ടല്ലോ മക്കളെ, ജീവിതമായിരിക്കും പിന്നീട്. മനുഷ്യന്മാരെല്ലാവരും അനുഭവിക്കുകയല്ലേ തിരിച്ച്. ഇന്നലെ ഒരു കൊച്ചു പറഞ്ഞാൽ, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് അവർ പിടിച്ച് ആദ്യമായി പഠിക്കുകയാണ്, നേഴ്സാണ്, BSc കഴിഞ്ഞാണ്. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞൊക്കെ സർട്ടിഫിക്കറ്റ് എടുത്തല്ലോ അവിടെ നിന്ന്. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് കഴിയും. പക്ഷേ അവൾക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ പറഞ്ഞു, അമ്മ എന്നെ അനുഗ്രഹിച്ചാണ് ഇവിടെ വരെ എത്തിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പഠിച്ചെത്തുമെന്ന് ഞാൻ ഓർത്തില്ല. അപ്പോൾ അതുകൊണ്ട് 90, 96, 97 മാർക്കുണ്ടെന്ന് തോന്നുന്നു. അവളുടെ ഒരു സ്ഥിതി ഭയങ്കര മാർക്കാണത്. അപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അത് ടൈം എന്നൊക്കെ പറഞ്ഞ അവരെ. അപ്പോൾ അവൾ എങ്കാലും അത്യാവശ്യം ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അവൾ ട്രെയിനിന് പോകുമ്പോൾ അവൾ പറയണേ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വയലിലൂടെ ട്രെയിൻ പോവുകയായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മഴവില്ല് കാണുന്നതെന്ന്. അപ്പത്തെ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ ചെന്ന് സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ ഇന്ന സത്യസത്യത്തിൽ ജീവിക്കുന്ന ആളാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് തരണം. പറഞ്ഞു 16 പേര് ഉണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ നിൽക്കുന്നത്, ഒരെണ്ണത്തെയും കിട്ടിയിട്ടില്ല. ഈ സാറ് നാളെ അവിടെ നിന്ന് പോവുകയാണ്. അവൾക്ക് മാത്രം എഴുതി കൊടുത്ത്, ബാക്കിയുള്ളത് നിങ്ങൾ അടുത്ത സാറ് വന്നതിന് ശേഷം 3 ആഴ്ച തീരുമാനിക്കാമെന്ന് തീരുമാനം. എന്താണ്
നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകും. പ്രസൻസ് ഓഫ് ഗോഡ്. ഇപ്പം എല്ലായിടത്തും നിങ്ങൾ ഈ ഉടമ്പടി എടുത്തവർ പല കാര്യങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിച്ച് തലകുത്തി മറിനേക്കാൾ നല്ലത് പ്രസൻസിന് വേണ്ടി ചോദിക്കൂ. അതിപ്പോൾ സൗജന്യമായിട്ട് ദാനമായിട്ട് എല്ലാവർക്കും അനുഭവവേദ്യമാകണ ദൈവം നമുക്ക് വരദാനം പോലെ മന്ന വർഷിക്കണ പോലെയാണ് ഇപ്പോൾ പ്രസൻസ് വർഷിക്കുന്നത്, സാന്നിധ്യം കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് നമുക്കൊക്കെ മനസ്സിലായില്ലേ? കാറ്റഗറിസത്തിൽ നമ്മൾ പഠിക്കണത് ആ ക്യാപ്സൂളാണ്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, കൊല്ലരുത്, വിചാരിച്ച് ചെയ്യരുത്. പക്ഷേ അതിൻ്റെ ബൈബിൾ ഭാഗങ്ങൾ കൂടി ജീവിക്കുമ്പോൾ എന്താണ്? നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ്.